ബീഹാർ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, RJD നേതാവ് തേജസ്വി യാദവ് എന്നിവർ നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് സമാപിക്കും. പട്നയിലെ പദയാത്രയോടെയാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുക. രാഹുൽ ഗാന്ധി നടത്തിയ മൂന്നാം ഭാരത് ജോഡോ യാത്രയാണ് ഇതെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. കിലോമീറ്റർ, 110-ലധികം നിയമസഭാ മണ്ഡലങ്ങൾ. വോട്ട് ചോരി മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവ് നടത്തിയത് മറ്റൊരു ഭാരത് ജോഡോ യാത്രയാണെന്നാണ് വിലയിരുത്തൽ. ബീഹാറിലെ 25 ജില്ലകളിലൂടെയാണ് യാത്ര സഞ്ചരിച്ചത്. യാത്ര ഓരോ നാട്ടിലും പ്രവേശിക്കുമ്പോൾ വൻ ജനക്കൂട്ടം കൊണ്ട് ശ്രദ്ധേയമാവുകയും ചെയ്തു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായും വോട്ടർ അധികാർ യാത്ര കണക്കാക്കപ്പെടുന്നു. യാത്രയിലുടനീളം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ബീഹാറിൽ SIR വഴി വോട്ടുകൾ മോഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒന്നിച്ച് ശ്രമിച്ചുവെന്നും യാത്രയിലുടനീളം രാഹുൽ ഗാന്ധി ആരോപിച്ചു. വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ നടത്തിയ വിപ്ലവമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതിനിടെ ദർഭംഗ പട്ടണത്തിൽ നടന്ന പരിപാടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അവഹേളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിവാദത്തിലായി. ഇത് BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളി വരെ എത്തുകയും ചെയ്തു. ഇന്ന് പട്നയിൽ കാൽനടയാത്ര നടത്തും. വിവിധ പ്രതിപക്ഷ നേതാക്കളും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.